എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വികാരങ്ങളുടെയും തന്ത്രങ്ങളുടെയും ആക്രമണോത്സുക ക്രിക്കറ്റിന്റെയും അത്യപൂർവമായ ഒരു കൂടിച്ചേരലിനാണ് ഹൈദരാബാദിലെ ചരിത്രപ്രസിദ്ധമായ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. IPL 2026 21ാം മഹാപോരാട്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തുടക്കം മുതൽ ഒടുക്കം വരെ നാടകീയത നിറഞ്ഞ ഒരു ദൃശ്യവിരുന്നാണ് ആരാധകർക്ക് ലഭിച്ചത്. ടോസ് എന്ന ഭാഗ്യപരീക്ഷണം രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ റിയാൻ പരാഗിനെയാണ് തുണച്ചത്. ബാറ്റിംഗിന് അനുകൂലമായ ഹൈദരാബാദിലെ സപ്പാട്ട് ആരോപിച്ചും വൈകുന്നേരങ്ങളിലെ മഞ്ഞിന്റെ സ്വാധീനവും കൃത്യമായി മനസ്സിലാക്കിയ അദ്ദേഹം രണ്ടാമതൊന്ന് ആലോചിക്കാതെ ആദ്യം ബോൾ ചെയ്യാൻ തീരുമാനിച്ചു. ഓറഞ്ച് ആർമിയുടെ സ്വന്തം തട്ടകത്തിൽ ആതിഥേയർ കളത്തിലിറങ്ങിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ഒരു വലിയ ഓറഞ്ച് കടലായി രൂപപ്പെട്ടിരുന്നു. അമ്പയർമാർ മത്സരം ആരംഭിക്കാൻ സിഗ്നൽ നൽകിയ നിമിഷം മുതൽ മൈതാനത്തരങ്ങേറിയത് കാഴ്ചക്കാരുടെ ഹൃദയമിടിപ്പ് കൂട്ടുന്ന സംഭവവികാസങ്ങളാണ്. ഹൈദരാബാദിന്റെ ആ ചുട്ടുപൊള്ളുന്ന ഉച്ചതിരിഞ്ഞ് സൺറൈസേഴ്സിന്റെ ഇന്നിംഗ്സിന് തുടക്കം കുറിക്കാൻ വെടിക്കെറ്റ് ഓപ്പണിംഗ് ജോഡിയായ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ക്രീസിലെത്തിയപ്പോൾ ആരാധകരുടെ പ്രതീക്ഷകൾ വാനോളമുയർന്നു. ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും സ്ഫോടനാത്മകമായ ഓപ്പണിംഗ് ജോഡിയായാണ് ഇവർ അറിയപ്പെടുന്നത്. എന്നാൽ രാജസ്ഥാൻ നായകൻ പന്തേൽപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഫാസ്റ്റ് ബോളർ ജോഫ്ര ആർച്ചറെയാണ്. തന്റെ ആദ്യ പന്തിൽ തന്നെ ആർച്ചർ കാണിച്ച മായാജാലം ഹൈദരാബാദ് സ്റ്റേഡിയത്തെ ഒരു നിമിഷം സ്തബ്ധമാക്കി. ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിക്കാൻ ഇഷ്ടപ്പെടുന്ന അഭിഷേക് ശർമ്മ ആർച്ചറുടെ വേഗത കൃത്യമായി അളക്കുന്നതിൽ പരാജയപ്പെട്ടു. ക്രീസിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ച താരത്തെ ആർച്ചറുടെ അപ്രതീക്ഷിത വേഗതയും ബൗൺസും പൂർണ്ണമായും കബളിപ്പിച്ചു. ബാറ്റിൽ തട്ടിയുയർന്ന പന്ത് തേർഡ് മാൻ ബൗണ്ടറിക്ക് സമീപം കാതുനിന്ന് രവി ബിഷ്ണോയിയുടെ കൈകളിലെത്തുമ്പോൾ സ്റ്റേഡിയത്തിൽ ശ്മശാനമൂകതയായിരുന്നു. അഭിഷേക് ശർമ്മ 0-ന് പുറത്ത്. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സൺറൈസേഴ്സിന്റെ പുതിയതും ഊർജ്ജസ്വലനുമായ ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ മൈതാനത്തേക്ക് ചുവടുവെച്ചു. ടീമിനെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുക മാത്രമല്ല, ഹൈദരാബാദിന്റെ തനതായ ആക്രമണശൈലി നിലനിർത്തുക എന്ന വലിയ ഉത്തരവാദിത്തവും ആ യുവനായകന്റെ ചുമലിലുണ്ടായിരുന്നു. തന്റെ ആദ്യത്തെ ചുരുക്കം ചില പന്തുകളിൽ നിന്ന് തന്നെ രാജസ്ഥാൻ ക്യാമ്പിന് ഇഷാൻ ഒരു വ്യക്തമായ സന്ദേശം നൽകി. വിക്കറ്റുകൾ വീണാലും സ്കോർ ബോർഡിന്റെ സമ്മർദ്ദമേറിയാലും താൻ പ്രതിരോധത്തിന്റെ തോടിലേക്ക് വലിയാൻ പോകുന്നില്ല എന്ന്. രണ്ടാം ഓവറിൽ ജോഫ്ര ആർച്ചർ മടങ്ങിയെത്തിയപ്പോൾ ഇഷാൻ കിഷൻ തന്റെ മാന്ത്രിക കൈത്തണ്ടുകളുടെ കരുത്ത് കാട്ടി. ആർച്ചറുടെ വേഗതയെ അതിവിദഗ്ധമായി ഉപയോഗപ്പെടുത്തി ഒരു തകർപ്പൻ 4 നേടിയ ഇഷാൻ തൊട്ടുപിന്നാലെ ഷോർട്ട് പിച്ച് പന്തിനെ അതിഗംഭീരമായൊരു സിക്സറിലൂടെ അതിർത്തി കടത്തുകയും തന്റെ അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. ആർച്ചർ പോലുള്ള ഒരു ബോളറിന്റെ മുഖത്ത് പോലും ഈ പ്രഹരം ആശങ്കയുടെ നിഴൽ വീഴ്ത്തി. മറുഭാഗത്ത് ഓസ്ട്രേലിയൻ ഇതിഹാസം ട്രാവിസ് ഹെഡും തന്റെ ക്ലാസ് തെളിയിച്ചിരുന്നു. ദക്ഷിണാഫ്രിക്കൻ പേസർ നന്ദ്രെ ബർഗന്റെ അതിവേഗ പന്തിൽ മനോഹരമായൊരു കവർ ഡ്രൈവിലൂടെ അദ്ദേഹം ബൗണ്ടറി കണ്ടെത്തിയതോടെ ഹൈദരാബാദിനുമേലുണ്ടായിരുന്ന പ്രാരംഭ സമ്മർദ്ദം പൂർണ്ണമായും ഇല്ലാതായി. 4ാം ഓവറിൽ രാജസ്ഥാന്റെ ഏറ്റവും പരിചയസമ്പന്നനായ സന്ദീപ് ശർമ്മയെ ഇഷാൻ കിഷൻ ലക്ഷ്യമിട്ടതോടെ മത്സരത്തിന്റെ ആവേശം വീണ്ടും കൊടിമുടി കയറി. സന്ദീപിന്റെ ലെങ്ത് പന്തിനെ സർവ്വശക്തിയുമെടുത്ത് നേരിട്ട് സൈഡ് സ്ക്രീനിന് മുകളിലൂടെ ഒരു പടുകൂറ്റൻ സിക്സറിന് പറത്തിയപ്പോൾ ഗാലറി ഒന്നാകെ ഇളകിമറിഞ്ഞു. പവർ പ്ലേയിൽ റണ്ണൊഴുക്കിനും മിന്നൽ വേഗമായിരുന്നു. എന്നാൽ 6ാം ഓവറിൽ ക്യാപ്റ്റൻ റിയാൻ പരാഗ് ഒരു തന്ത്രപരമായ നീക്കം നടത്തി. പതിവ് ബോളർമാർക്ക് പകരം അദ്ദേഹം സ്വയം പന്തെടുത്തു. സ്പിന്നിന്റെ മായാജാലത്തിൽ അദ്ദേഹം ട്രാവിസ് ഹെഡിനെ കുടുക്കി. വലിയ ഷോട്ടിന് ശ്രമിച്ച ട്രാവിസ് പന്തിന്റെ വേഗത മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയും ടൈമിംഗ് തെറ്റി ലോങ് ഓണിൽ ഡൊനോവൻ ഫെറേറയുടെ കൈകളിൽ സുരക്ഷിതമായി ഒതുങ്ങുകയും ചെയ്തു. ഹെഡ് പുറത്തായതോടെ ഉയർന്ന സമ്മർദ്ദം ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരിയായ ബാറ്റർമാരിൽ ഒരാളായ ദക്ഷിണാഫ്രിക്കയുടെ ഹെൻറിച്ച് ക്ലാസൻ ക്രീസിലെത്തിയപ്പോൾ കാറ്റിൽ പറന്നു. പിന്നീട് ഇഷാൻ കിഷനും ക്ലാസിനും ചേർന്ന് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് നിരയെ കടന്നാക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 9ഉം 10ഉം ഓവറുകളിലായി ഇരുവരും ചേർന്ന് സംഹാരതാണ്ഡവം ആടി. രവി ബിഷ്ണോയുടെ ഗൂഗ്ലി മുൻകൂട്ടി കണ്ട ഇഷാൻ ഒരു മുട്ടുകുത്തി 79 മീറ്റർ നീളമുള്ള പടുകൂറ്റൻ സിക്സർ പറത്തി വെറും 25 പന്തിൽ തന്റെ കൊടുങ്കാറ്റ് പോലുള്ള അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. അദ്ദേഹം തന്റെ ബാറ്റ് വായുവിൽ ഉയർത്തിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് ആ നായകന് ആദരവ് നൽകി. ഇഷാൻ വിളികളാൽ ഹൈദരാബാദിന്റെ മണ്ണ് പ്രകമ്പനം കൊണ്ടു. 11ാം ഓവറിൽ ബിഷ്ണോയെ ഫ്ലൈറ്റഡ് പന്തിനെ ക്ലാസൻ തന്റെ ബാഹുബലി കരുത്തുപയോഗിച്ച് ലോങ് ഓണിന് മുകളിലൂടെ സ്റ്റാൻസിലേക്ക് പറത്തി. 12 ഓവർ പിന്നിടുമ്പോൾ ഹൈദരാബാദ് 2-ന് 123 എന്ന കൂറ്റൻ സ്കോറിലെത്തിയിരുന്നു. കിഷൻ 79 റൺസും ക്ലാസൻ 24 റൺസും രാജസ്ഥാന്റെ മുറിവിൽ ഉപ്പ് പുരട്ടുമ്പോഴേക്കും ഹൈദരാബാദിന്റെ റൺ റേറ്റ് ഓവറിൽ 10.25 എന്ന വിനാശകരമായ വേഗതയിലായിരുന്നു. 13ാം ഓവറിൽ ആർച്ചറി വീണ്ടും ആക്രമിച്ച കിഷൻ തുടർച്ചയായ 3 ഫോറുകളോടെ തന്റെ സ്കോർ 91-ലെത്തിച്ചു. ആ അവിസ്മരണീയ സെഞ്ചുറിക്കായി സ്റ്റേഡിയം ശ്വാസമടക്കി കാത്തിരുന്നപ്പോഴാണ് 14ാം ഓവറിൽ ഏറ്റവും നാടകീയമായ ആ ട്വിസ്റ്റ് സംഭവിച്ചത്. സന്ദീപ് ശർമ്മ അതിവിദഗ്ധമായി ഓഫ് സ്റ്റംപിന് വളരെ പുറത്തെറിഞ്ഞ വൈഡ് ലെങ്ത് പന്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കിഷൻ ഒരു പുൾ ഷോട്ടിന് ശ്രമിച്ചു. പന്ത് വായുവിൽ വളരെ ഉയരത്തിലേക്ക് പോയി. അത് പിടിക്കാൻ സന്ദീപ് ശർമ്മയും വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേലും ഒരുമിച്ച് ഓടിയെത്തി ഇരുവരും അപകടകരമായ രീതിയിൽ കൂട്ടിയിടിച്ചു. എന്നിരുന്നാലും അവിസ്മരണീയമായ ഏകാഗ്രതയോടെ സന്ദീപ് ആ ക്യാച്ച് തന്റെ നെഞ്ചോട് ചേർത്തുപിടിച്ച് സുരക്ഷിതമാക്കി. കേവലം 9 റൺസ് അകലെ ഇഷാന് ആ സ്വപ്ന സെഞ്ചുറി നഷ്ടപ്പെട്ടപ്പോൾ ഗാലറി ഒന്നാകെ മൂകമായി.
എന്നാൽ തുടർന്നെത്തിയ യുവ സെൻസേഷൻ നിതീഷ് കുമാർ ആക്രമണത്തിന്റെ പുതിയ അധ്യായം തുറന്നു. 15-ാം ഓവറിൽ നന്ദ്രെ ബർഗറിനെ ക്ലാസ് ആൻഡ് ലോങ് ഓഫിന് മുകളിലൂടെ ഒരു പടുകൂറ്റൻ സിക്സറിന് പറത്തിയെങ്കിലും 16-ാം ഓവറിൽ തുഷാർ ദേശ്പാണ്ഡെ 40 റൺസ് എടുത്ത ക്ലാസിനെ റിയാൻ പരാഗിന്റെ കൈകളിലെത്തിച്ച് രാജസ്ഥാന് വലിയൊരു ബ്രേക്ക് ത്രൂ നൽകി. പിന്നീട് ക്രീസിലൊന്നിച്ച് നിതീഷ് റെഡ്ഡിയും സലിൽ അറോറയും ചേർന്ന് സ്കോർ ബോർഡ് ചലിപ്പിച്ചു. 18-ാം ഓവറിൽ സന്ദീപ് ശർമ്മയെ അക്ഷരാർത്ഥത്തിൽ നിതീഷ് റെഡ്ഡി പിച്ചുചീന്തി. തുടർച്ചയായ 3 പടുകൂറ്റൻ സിക്സറുകളോടെ ആ ഒരൊറ്റ ഓവറിൽ നിന്ന് 24 റൺസാണ് ഹൈദരാബാദ് അടിച്ചെടുത്തത്. എന്നിരുന്നാലും തൊട്ടടുത്ത ഓവറിൽ ജോഫ്ര ആർച്ചർ തന്റെ യോർക്കറുകളിലൂടെ ക്ലാസ് വീണ്ടും തെളിയിച്ചു. 13 പന്തിൽ 28 റൺസെടുത്ത നിതീഷ് റെഡ്ഡിയെ ധ്രുവ് ജുറൈലിന്റെ കൈകളിലൊതുക്കി രാജസ്ഥാൻ. എന്നാൽ ആ ഓവറിലെ അവസാന പന്തിൽ സലിൽ അറോറ ആർച്ചറിനെ ലോങ് ഓഫിന് മുകളിലൂടെ സിക്സർ പറത്തിക്കൊണ്ട് ടീം സ്കോർ 200 കടത്തുകയും ചെയ്തു. ഒരു ഹോളിവുഡ് ത്രില്ലർ സിനിമയുടെ ക്ലൈമാക്സിനെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു അവസാന ഓവർ. തുഷാർ ദേശ്പാണ്ഡെ എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ അനികേത് വർമ്മ എക്സ്ട്രാ കവറിലൂടെ ഒരു മനോഹരമായ ഡ്രൈവിലൂടെ 4 നേടി. എന്നാൽ തൊട്ടടുത്ത പന്തിൽ ഇരുവരും തമ്മിലുള്ള വലിയൊരു ആശയക്കുഴപ്പത്തിന്റെ പേരിൽ പകുതി വഴിക്ക് വെച്ച് അനികേത് വർമ്മ റണ്ണൌട്ടായി. ഈ തിരിച്ചടിയിലും തളരാതെ ഇന്നിംഗ്സിന്റെ അവസാന പന്തിലും സലിൽ അറോറ തന്റെ കരുത്തുകാട്ടി. ദേശ്പാണ്ഡെയുടെ പന്തിനെ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ ഒരു കൂറ്റൻ സിക്സർ പറത്തിക്കൊണ്ട് അദ്ദേഹം ഇന്നിംഗ്സിന് രാജകീയമായ അന്ത്യം കുറിച്ചു. 24 റൺസുമായി സലിൽ അറോറ പുറത്താകാതെ നിന്നപ്പോൾ നിശ്ചിത 20 ഓവറിൽ 6-ന് 226 എന്ന കൂറ്റൻ സ്കോറാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പടുത്തുയർത്തിയത്. എന്നാൽ 217 റൺസ് എന്ന ഈ ഹിമാലയൻ ലക്ഷ്യം പിന്തുടരാൻ രാജസ്ഥാൻ റോയൽസ് കളത്തിലിറങ്ങിയപ്പോൾ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയം മറ്റൊരു ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ രാജസ്ഥാൻ ക്യാമ്പിനെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കൊണ്ട് ഹൈദരാബാദിന്റെ അരങ്ങേറ്റക്കാരനായ പേസ് ബൌളർ പ്രഫുൽ ഹിംഗെ ഒരു കൊടുങ്കാറ്റായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇന്നിംഗ്സിലെ ആദ്യ ഓവർ എറിയാൻ ക്യാപ്റ്റൻ ഇഷാൻ കിഷൻ പന്ത് നൽകിയത് പുതുമുഖമായ പ്രഫുലിനാണ്. ആ ഓവറിലെ രണ്ടാമത്തെ പന്തിൽ തന്നെ പ്രഫുൽ തന്റെ വരവറിയിച്ചു. അതിവേഗത്തിൽ വന്ന ഒരു ഷോർട്ട് ലെങ്ത് പന്തിൽ പുൾ ഷോട്ടിന് ശ്രമിച്ച രാജസ്ഥാന്റെ യുവ സെൻസേഷൻ വൈഭവ് സൂര്യവംശിയെ പന്ത് പൂർണ്ണമായും കബളിപ്പിച്ചു. ബാറ്റിൽ തട്ടി വായുവിലേക്ക് ഉയർന്ന പന്ത് ഇഷാൻ കിഷനിൽ നിന്നും വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസുകൾ ഏറ്റുവാങ്ങിയ സലിൽ അറോറയുടെ കൈകളിൽ സുരക്ഷിതമായി ഒതുങ്ങി. ഗാലറിയിലെ VIP സ്റ്റാൻഡിലിരുന്ന ഹൈദരാബാദ് ഉടമ കാവ്യ മാരൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ആവേശത്തോടെ പ്രാർത്ഥിക്കുന്നതും ക്യാച്ച് എടുത്തയുടനെ തുള്ളിച്ചാടുന്നതും ക്യാമറകൾ ഒപ്പിയെടുത്തു. രാജസ്ഥാന്റെ പ്രതീക്ഷയായ വൈഭവ് ഒരു ഗോൾഡൻ ഡക്കിലൂടെ മടങ്ങുമ്പോൾ സ്റ്റേഡിയം ആവേശലഹരിയിലായി. എന്നാൽ പ്രഫുൽ ഹിംഗയുടെ സംഹാരതാണ്ഡവം അവിടെ അവസാനിച്ചിരുന്നില്ല. അതേ ഓവറിലെ 4-ാം പന്തിൽ ധ്രുവ് ജുറൈലിന്റെ ഊഴമായിരുന്നു. ഓഫ് സ്റ്റമ്പിന് പുറത്തുവന്ന ഒരു ലെങ്ത് പന്തിനെ ആംഗിൾഡ് ബാറ്റ് കൊണ്ട് നേരിടാൻ ശ്രമിച്ച ജുറൈലിന് പിഴച്ചു. പന്ത് ബാറ്റിന്റെ ഇൻസൈഡ് എഡ്ജിൽ തട്ടി വിക്കറ്റിലേക്ക് ഇരച്ചുകയറി ഓഫ് സ്റ്റമ്പ് പിഴുതെറിഞ്ഞു. ഹൈദരാബാദ് താരങ്ങൾ ആഘോഷം തുടങ്ങുമ്പോഴേക്കും രാജസ്ഥാൻ 2-1 എന്ന ദയനീയ നിലയിലേക്ക് വീണു. ഈ സ്വപ്നതുല്യമായ ആദ്യ ഓവറിന്റെ അവസാന പന്തിൽ ലുവാൻഡ്രെ പ്രിറ്റോറിയസിനെയും പ്രഫുൽ തന്റെ വലയിലാക്കി. പാഡിലേക്ക് വന്ന ഫുൾ ലെങ്ത് ഡെലിവറി അതിമനോഹരമായി ഫ്ലിക്ക് ചെയ്തെങ്കിലും ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിൽ കാത്തുനിന്ന നിതീഷ് റെഡ്ഡിയുടെ കൈകളിലേക്കാണ് പന്ത് ചെന്നെത്തിയത്. തന്റെ അരങ്ങേറ്റ ഓവറിൽ തന്നെ 3 വിക്കറ്റുകൾ വീഴ്ത്തി പ്രഫുൽ ഹിംഗെ എന്ന യുവതാരം രാജസ്ഥാന്റെ മുൻനിരയുടെ നട്ടല്ലൊടിച്ചു. 2-ാം ഓവറിൽ പന്തെറിയാനെത്തിയ സാക്കിബ് ഹുസൈനും ഹൈദരാബാദിന്റെ ആക്രമണോത്സുകത തുടർന്നു. ആ ഓവറിലെ 4-ാം പന്തിൽ അപകടകാരിയായ യശസ്വി ജയ്സ്വാളിനെ സാക്കിബ് പുറത്താക്കി. ഓഫ് സ്റ്റമ്പിന് പുറത്ത് എക്സ്ട്രാ ബൗൺസോടെ വന്ന പന്തിൽ ആഞ്ഞടിച്ച ജയ്സ്വാളിന് പിഴച്ചു. പന്ത് നേരെ ഡീപ് ബാക്ക്വേർഡ് പോയിന്റിൽ നിന്ന് നിതീഷ് റെഡ്ഡിയുടെ കൈകളിൽ. ഒരു വശത്ത് ഇഷാൻ കിഷന്റെ മുഖത്ത് ചിരി പടരുമ്പോൾ മറുവശത്ത് വെറും 4 റൺസിന് 4 മുൻനിര വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് രാജസ്ഥാൻ ക്യാമ്പ് ശ്മശാനമൂകമായി. 3-ാം ഓവറിൽ വീണ്ടും ബൌളിംഗിനെത്തിയ പ്രഫുൽ ഹിംഗെ രാജസ്ഥാന്റെ അവസാന പ്രതീക്ഷയായ ക്യാപ്റ്റൻ റിയാൻ പരാഗിനെയും വെറുതെ വിട്ടില്ല. ഓവറിലെ 5-ാം പന്തിൽ ഒരു മനോഹരമായ 4 നേടിയ പരാഗ് അടുത്ത പന്തിൽ വീണ്ടും വലിയൊരു ഡ്രൈവിന് ശ്രമിച്ചു. എന്നാൽ ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് സ്വിംഗ് ചെയ്ത പന്തിൽ കാലുകൾ അനക്കാതെ ഷോട്ട് കളിച്ച പരാഗിന്റെ ബാറ്റിൽ തട്ടിയ പന്ത് വൈഡ് സ്ലിപ്പിൽ നിന്ന് അഭിഷേക് ശർമ്മയുടെ കൈകളിൽ സുരക്ഷിതമായി വിശ്രമിച്ചു. പരാഗ് മടങ്ങുമ്പോൾ ക്രിക്കറ്റ് ഇതിഹാസം ഷോയിബ് അക്തറിനെ ഓർമ്മിപ്പിക്കും വിധം വിമാനത്തെ പോലെ കൈകൾ വിരിച്ചു പിടിച്ച് ഓടിയാണ് പ്രഫുൽ ഹിംഗെ തന്റെ 4-ാം വിക്കറ്റ് ആഘോഷിച്ചത്. സാങ്കല്പികമായ ഒരു സ്ലേറ്റിൽ എന്തോ എഴുതുന്നതുപോലെയുള്ള അദ്ദേഹത്തിന്റെ ആഹ്ലാദ പ്രകടനം കാണുന്നവരിൽ കൗതുകമുണർത്തി. 3 ഓവറുകൾ പിന്നിടുമ്പോൾ രാജസ്ഥാൻ റോയൽസ് പൂർണ്ണമായും തകർന്നടിഞ്ഞു. എന്നാൽ ഈ കൂട്ടത്തലർച്ചയ്ക്കിടയിലും രാജസ്ഥാൻ പൊരുതാനുറപ്പിച്ചിരുന്നു. ക്രീസിലൊന്നിച്ച വെറ്ററൻ താരം രവീന്ദ്ര ജഡേജയും സ്ഫോടനാത്മക ബാറ്റർ ഡൊണോവൻ ഫെരേറയും ചേർന്ന് ഒരു അവിശ്വസനീയമായ പ്രത്യാഘാതനത്തിന് തുടക്കമിട്ടു. പതിയെ നിലയുറപ്പിച്ച ഇരുവരും ഹൈദരാബാദ് ബൌളർമാർക്കെതിരെ കടന്നാക്രമിച്ചു. സാക്കിബ് ഹുസൈനെയും ഇഷാൻ മലിംഗയെയും അതിർത്തി കടത്തിയ ജഡേജ തന്റെ ക്ലാസ് തെളിയിച്ചു. ഫെരേറ തന്റെ വിശ്വരൂപം പുറത്തെടുത്തു. പ്രഫുൽ ഹിംഗയുടെ ഒരു പന്തിനെ ഡീപ് എക്സ്ട്രാ കവറിന് മുകളിലൂടെ ഫെരേറ സിക്സറിന് പറത്തി. 8-ാമത്തെയും 10-ാമത്തെയും ഓവറുകളിൽ ശിവാങ് കുമാറിനെതിരെ ഫെരേറ ബൗണ്ടറികളുടെ ഒരു ഘോഷയാത്ര തന്നെ തീർത്തു. മത്സരത്തിന്റെ 12-ാം ഓവറിൽ ഹർഷ് ദുബൈക്കെതിരെ ഫെരേറ നടത്തിയ ആക്രമണം ഹൈദരാബാദിനെ ഒരു നിമിഷം ഭയപ്പെടുത്തി. തുടർച്ചയായ 2 ഫോറുകളിലൂടെ തന്റെ അർദ്ധ സെഞ്ചുറി തികച്ച ഫെരേറ ഓവറിലെ 4-ാം പന്തിൽ ഡീപ് മിഡ് വിക്കറ്റിന് മുകളിലൂടെ പറത്തിയ പടുകൂറ്റൻ സിക്സർ സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിലാണ് ഇടിച്ചത്. 102 മീറ്റർ ദൂരമുള്ള ഒരു രാക്ഷസൻ സിക്സർ.
13 ഓവറുകൾ പിന്നിടുമ്പോൾ 37 പന്തിൽ 3 സിക്സും 6 ഫോറും അടക്കം 62 റൺസുമായി ഡൊണോവൻ ഫെരേറയും 25 പന്തിൽ 35 റൺസുമായി രവീന്ദ്ര ജഡേജയും ചേർന്ന് സ്കോർ ബോർഡ് 5-109 എന്ന ഭേദപ്പെട്ട നിലയിലേക്ക് എത്തിച്ചു. എന്നാൽ ഈ വീരോചിതമായ പ്രത്യാഘാതനം രാജസ്ഥാനെ വലിയൊരു തകർച്ചയിൽ നിന്നും രക്ഷിച്ചു. എങ്കിലും ലക്ഷ്യം വളരെ അകലെയായിരുന്നു. ശേഷിക്കുന്ന 7 ഓവറുകളിൽ 108 റൺസ് എന്ന അസാധ്യമായ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ശ്രമിച്ച ജഡേജ ഫെറേറ സഖ്യത്തെ അവസാന ഓവറുകളിൽ ഹൈദരാബാദിന്റെ ബൌളർമാർ കൃത്യമായ യോർക്കറുകളിലൂടെയും സ്ലോവർ ഡെലിവറികളിലൂടെയും വരിഞ്ഞുമുറുക്കി. റൺറേറ്റിന്റെ സമ്മർദ്ദം താങ്ങാനാവാതെ രാജസ്ഥാൻ ബാറ്റർമാർ പൊരുതി വീണപ്പോൾ 217 എന്ന വലിയ മല കയറാൻ അവർക്ക് സാധിച്ചില്ല. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തെ സാക്ഷ്യമാക്കി തങ്ങളുടെ സ്വന്തം കാണികളുടെ മുന്നിൽ വെച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് IPL 2026 ഏറ്റവും ആവേശകരവും ആധികാരികവുമായ ഒരു ചരിത്ര വിജയം സ്വന്തമാക്കി. എന്തായാലും ഇത് ഓറഞ്ച് ആർമിക്ക് ഒരു സുവർണ കിരീടം തന്നെയാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.